പനീർ കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ? ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമെല്ലാം അതീവ രുചികരമായ ഒരു കറി. ആദ്യം നമുക്ക് പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു 3 പാക്കറ്റ് പശുവിൻ പാല് നല്ലപോലെ വെട്ടിത്തിളപ്പിക്കുക. വെട്ടിത്തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ സുർക്ക, സാധാരണ സുർക്ക അതിലേക്ക് ഒഴിക്കുക. വീണ്ടും തിളപ്പിച്ചു കൊണ്ടേയിരിക്കുക. 1 ടീസ്പൂൺ സുർക്ക കൂടി വീണ്ടും ഒഴിക്കുക. നല്ലപോലെ ഇളക്കി ചേർക്കുക. വീണ്ടും അതിനെ തിളപ്പിച്ചു കൊണ്ടിരിക്കുക. 1-2 ടീസ്പൂൺ സുർക്ക ഇതുപോലെ തന്നെ അതിലേക്ക് ഒഴിച്ച് ഇത് തന്നെ ആവർത്തിക്കുക. അപ്പോൾ അതിന് മുകളിൽ പത പോലെ പനീറിൻ്റെ കഷ്ണങ്ങൾ വന്ന് കേടുവന്ന പാല് പോലെയായിരിക്കും ഇത് തോന്നുക. എന്നാൽ ഇത് പനീറായി തീർന്നിട്ടുണ്ട് എന്നറിയുക. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഓട്ടയുള്ള പാത്രത്തിൽ, അടിഭാഗം ഓട്ടയുള്ളൊരു പാത്രത്തിൽ നല്ല വൃത്തിയായ തോർത്ത് ഒന്ന് കഴുകിപ്പിഴിഞ്ഞ് അതിലേക്കിട്ട് അതിന് മുകളിൽ വെള്ളം വാരുന്ന രീതിയിൽ, അതായത് വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിൽ വെച്ച് പച്ചവെള്ളം 1-2-3 പ്രാവശ്യം ഒഴിക്കുക. അത് സുർക്കയുടെ ആ രുചി അതിനോട് വിട്ടു പോകാനാണ്. അത് കഴിഞ്ഞ് ആ തോർത്തുമുണ്ട് നല്ലപോലെ മടക്കി വയ്ക്കുക. ഇപ്പോൾ നാം ഉണ്ടാക്കിയ പനീർ ഈ തോർത്തുമുണ്ടിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. ആ തോർത്തുമുണ്ട് നല്ലപോലെ മടക്കി ഇതിൻ്റെ പനീറിലെ വെള്ളം ഒന്ന് കഴിയുന്നതും ഒന്ന് കൈകൊണ്ട്, നല്ല ചൂടുണ്ടാവും, കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ നല്ല അമർത്തിക്കളയുക. നല്ലപോലെ അത് തേങ്ങ പിഴിയുന്ന പോലെ ആയാൽ ഏറ്റവും നല്ലത്. അതിൻ്റെ വെള്ളമെല്ലാം ഊർന്ന് നല്ല പെട്ടെന്നാവും. അത് കഴിഞ്ഞ് അത് ഒന്ന് കുടഞ്ഞ് എല്ലായിടത്തും ഉള്ള തോർത്തുമുണ്ടിലെ കഷ്ണങ്ങളെല്ലാം ഒരു ഭാഗത്തേക്കാക്കി തോർത്തുമുണ്ട് വൃത്തിയായി ചതുരത്തിലോ വട്ടത്തിലോ മടക്കി ആ തോർത്തുമുണ്ടിൻ്റെ മുകളിൽ അമ്മിക്കല്ലോ അല്ലെങ്കിൽ കനമുള്ള എന്തെങ്കിലും വസ്തുക്കൾ വയ്ക്കുക. ഇതിലെ വെള്ളം മുഴുവൻ വാർന്നു പോകാനാണ്. 1 മണിക്കൂർ അങ്ങനെ വെറുതെ വെച്ച് കനം വെച്ച് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഇനി പനീറിൻ്റെ അരപ്പാണ് വേണ്ടത്. അതിന് 1 തക്കാളി തൊലി കളഞ്ഞതും, 1 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളകും മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അടിക്കുക. ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളായി, ചതുര കഷ്ണങ്ങളായി ഇതുപോലെ മുറിച്ചെടുക്കുക. പാൻ അടുപ്പത്ത് വെച്ച് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, 2 പച്ചമുളക് ഇവ നല്ലപോലെ റോസ്റ്റ് ചെയ്ത് അതിലേക്ക് കറിവേപ്പില ഇട്ട് ആദ്യത്തെ അരപ്പൊഴിച്ച് അല്പം കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇവയിട്ട് അത് ഉടയാതെ അടിയോടെ കോരി മറിച്ച് എല്ലായിടത്തും എത്തിക്കുക. ഇനി ഇത് അല്പം ഒന്ന് കുറുകാൻ വേണ്ടിയുള്ള സമയമാണ്. ഇത് ഇളക്കാതെ വളരെ മെല്ലെ തീ കത്തിച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ച് ഒരു കുറുമ പരുവത്തിലാക്കുക. ഇനി അവസാനമായി അല്പം കറിവേപ്പില അതിലേക്കിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ശേഷം ഉപ്പ് പാകം ആണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ ഉപ്പൊന്നിട്ട് വൃത്തിയാക്കുക. ഉപ്പ് ആദ്യമേ വാരിയിട്ട് അത് വൃത്തികേടാക്കരുത്. ഇനി പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ പത്തിരിക്കോ അല്ലെങ്കിൽ നെയ്ച്ചോറിനോ ഒക്കെ സൈഡ് കറിയായി പോലും ഇത് ഉപയോഗിക്കാം. പനീർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നിപ്പോൾ മനസ്സിലായല്ലോ. വാങ്ങുന്ന പനീറൊക്കെ 100-190 രൂപയൊക്കെയാണ് വില. ആകെ വളരെ കുറച്ചേ ഉണ്ടാവൂ. നമ്മൾ 3 പാക്കറ്റ് പാൽ വാങ്ങിയാൽ അത്യാവശ്യം 2-3 ആൾക്കത് കഴിക്കാനുണ്ടാവും. വീഡിയോ കണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ചേരുക. അഷിത് വ്ലോഗ്.